ഹലോ ഗൈസ്, സുഖല്ലേ? നമ്മ ഈ നാടും നാട്ടുകാരെയും പെരക്കാരെല്ലാം വിട്ടിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇടയ്ക്ക് നമ്മ ബന്ധുക്കൾക്കും ചങ്ങായിമാർക്കെല്ലാം മെസ്സേജ് അയക്കും അങ്ങോട്ട്. അപ്പം മെസ്സേജ് അയച്ചിട്ടാകുമ്പോൾ ഓർ ചെല്ലുന്ന ഒരു കാര്യമുണ്ട്, നിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചൂടെ, നിന്നെ വിവരേ ഇല്ലല്ല. നമ്മ അങ്ങോട്ട് അയച്ചിട്ടാകുമ്പോൾ നീ പറയുന്നത് ആടെയുള്ളവർക്ക് പെരക്കാരും ഉണ്ട്, നാട്ടുകാരും ഉണ്ട്, മംഗലവും പരിപാടിയും നേർച്ചയും ഒന്നും പറയണ്ട. എന്നിട്ട് നമ്മളോട് അങ്ങോട്ട് എന്ത് നാക്കണ്ട് ഓറെ. ഇന്ന് യോമുൽ ജുമ പള്ളിയിൽ പോയിട്ടാകുമ്പോ പുള്ളർ ഒച്ചാക്കിട്ടല്ലോ കത്തീബിന്റെ നിസ്കാരം വരെ വാത്തിലായിരുന്നു. ഈ ഭാഗത്ത് അരങ്ക് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിള്ളേരെ നിങ്ങൾ അടുത്ത് തന്നെ ആക്കിയിട്ടാ. നമ്മളെ നാട്ടിലത്തെ അമ്മച്ചാനെ പോലത്തെ ആളൊന്നും ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ നല്ല പാല് മേട്ടം കൊടുത്തിട്ടേനു. എത്ര കിട്ടീന് നമുക്കല്ലോ. അപ്പൊ നമ്മ അടങ്ങിയും ചെയ്തിന് ഈട് കൊടുക്കാനുള്ളന്ന് കൊടുത്തിനങ്ങളുടെ തന്നെ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാന്ന് അറിയൂല. ഗൾഫ് ഫുഡിന് പോയിട്ട് എല്ലാം പറക്കിക്കൊണ്ടിന് ഇവര്. അങ്ങനെ ഓരോന്ന് തിന്നുകൊണ്ടുണ്ട്. നല്ല ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിന്. ഇതൊരു വെറൈറ്റി സാധനമാണ്. തിന്നിട്ടാകുമ്പോൾ മൂടനാകെ ചുളിഞ്ഞു. തേങ്ങ വരെ ഉണ്ടായിന്, കൊപ്ര, വെറും കൊപ്ര, ഇഞ്ചി ഈനെ വരെ ആക്കിന്. ബിസിനസ് ഒന്നൊന്നൊരു ബിസിനസ് തന്നെ. അങ്ങനെ ഓരോന്ന് തപ്പുന്ന എടുക്കുന്ന കടലച്ചും കിട്ടി, നൊസ്റ്റോ അതും തിന്നോണ്ടിന്ന്. നമ്മ രാത്രിയാണ് മെയിൻ ഫുഡ് ആക്കുന്നത്. അതുകൊണ്ട് രാത്രി നല്ല ഫുഡ് ഉണ്ടാവും. ഇന്ന് നല്ല പുട്ടും ബീഫ് കറിയും. അസീമിന്റെ മെസ്സായിരുന്നു. എന്തായാലും കറി ഭയങ്കര പാങ്ങായിന്. ആ പുട്ടും ബീഫെല്ലാം കുഴച്ചിട്ട് കുറച്ച് ചാറോട് കൂടിയിട്ട് തിന്നുമ്പോട്ടല്ല അവൻ്റെ മോനെ. ആ തേങ്ങയും ആ ബീഫിന്റെ കഷ്ണമെല്ലാം കൂട്ടിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടുണ്ട്. അസീമിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് നല്ല കറിയായി നല്ല കറിയായി. ഓ ഇങ്ങനെ പൊന്തി നിൽക്കാന്ന്. തങ്ങളെല്ലാം രണ്ടാമത് ഇടാൻ തുടങ്ങി. ഞാൻ ഒട്ടിപുട്ട് രണ്ടാമത്. അതെല്ലാം തോന്നിട്ട് നമ്മൾ കിടന്ന്. അപ്പോൾ ഓക്കെ.